ಪ್ರತಿಯೊಬ್ಬರ ಜೀವನದ ಯಶಸ್ಸಿನ ಹಿಂದೆ ಅವರು ಬೆಳೆದ ಮಣ್ಣಿನ ಮತ್ತು ಕಲಿತ ಶಾಲೆಯ ಸಂಸ್ಕಾರವಿರುತ್ತದೆ. ಜಗತ್ತಿಗೆ ಜ್ಞಾನದ ಬೆಳಕನ್ನು ಹಂಚುತ್ತಿರುವ ಶ್ರೀಮದ್ ಪರಮಹಂಸ ಪರಿವ್ರಾಜಕಾಚಾರ್ಯ ಶ್ರೀ 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 ಯೋಗೀಶ್ವರ ಸ್ವಾಮೀಜಿ ಅವರ ಬಾಲ್ಯವನ್ನು ರೂಪಿಸಿದಂತಹ ಒಂದು ಪವಿತ್ರ ತಾಣವೇ ಈ ಸೇಂಟ್ ಅಗಸ್ಟಿನ್ ಹೈಸ್ಕೂಲ್. ಇದು ಕೇವಲ ಇಟ್ಟಿಗೆಗಾರೆಗಳಿಂದ ಕಟ್ಟಿದ ಶಾಲೆಯಲ್ಲ, ಬದಲಿಗೆ ಶ್ರೀ ಗುರುಗಳು ತಮ್ಮ ಬಾಲ್ಯವನ್ನು ಕಳೆದು ಅಕ್ಷರ ಕಲಿತು ಜಗತ್ತನ್ನು ಮುನ್ನಡೆಸುವ ಮಹೋನ್ನತ ಕನಸುಗಳಿಗೆ ಮೊದಲ ಹೆಜ್ಜೆ ಇಟ್ಟ ಜ್ಞಾನ ದೇಗುಲ. ಯಾವ ಅಂಗಳದಲ್ಲಿ ಬಾಲ್ಯದ ಹೆಜ್ಜೆಗಳನ್ನಿಟ್ಟಿದ್ದರೋ ಅದೇ ಶಾಲೆಯ ಮುಖಾಂತರ ಇಂದು ಶ್ರೀ ಗುರುಗಳು ತಮ್ಮ ಲೀಲಾಭೂಮಿಗೆ ಮರಳಿ ಬಂದಿದ್ದಾರೆ. ಆದರೆ ಇಂದು ಅವರು ಒಬ್ಬ ಸಾಮಾನ್ಯ ವಿದ್ಯಾರ್ಥಿಯಾಗಿ ಅಲ್ಲ, ಇಡೀ ಸಮಾಜಕ್ಕೆ ಸನ್ಮಾರ್ಗ ತೋರುವ ಆಧ್ಯಾತ್ಮಿಕ ದಾರಿದೀಪವಾಗಿ ತಮ್ಮ ಅಪಾರ ಕರುಣೆ ಮತ್ತು ಆಶೀರ್ವಾದಗಳನ್ನು ಹೊತ್ತು ತಂದಿದ್ದಾರೆ. ಪ್ರಪಂಚ ಸಂರಕ್ಷಕ ತ್ರಿಕಟಾಕ್ಷ ಮೇಘನೆ ഈ മനോഹര വേദിയിൽ നിൻ കൃപാവനമേഘനെ കാൽവരിയിലെ ക്രിസ്തുവും ദ്വാരക കണ്ട കൃഷ്ണനും കാൽവരിയിലെ ക്രിസ്തുവും ദ്വാരക കണ്ട കൃഷ്ണനും മക്കൾ തന്നിൽ മുഹമ്മദും മണ്ണിലെ ദൈവമാ ഈ പ്രപഞ്ച സംരക്ഷക ത്രികടാക്ഷമേഘനെ ഈ മനോഹര വേദിയിൽ നിൻ കൃപാവനമേഘനെ. ധനസഹായത്തിന് ഏറ്റവും കൂടുതൽ ഓരോ ഞാനൊരു ചെറിയ തിരുത്തു വരുത്തിക്കൊണ്ടു. സഹായം ഒന്നും പറയണ്ട, അവർക്ക് സഹായം ഒന്നും വേണ്ടെന്ന്. ഇത് നമ്മുടെ ഒരു അപ്രീഷിയേഷൻ, ഒരു സ്നേഹമാണ്. സഹായം മേടിക്കേണ്ട തുച്ഛങ്ങൾ ആരുമല്ല, ഭിക്ഷകരല്ല. ഇത് ഈ സ്വാമിയുടെ ഒരു സ്നേഹം. ಶ್ರೀ ಸಹಸ್ರಾರ ಯೋಗೀಶ್ವರ ಸ್ವಾಮಿ ಮಹಾಪೀಠದ ವತಿಯಿಂದ ಹಮ್ಮಿಕೊಂಡಿದ್ದ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರ ಸಮಾರಂಭದಲ್ಲಿ ಶ್ರೀ ಗುರುಗಳು ಪಾಲ್ಗೊಂಡು ಸಾಧನೆ ಮಾಡಿದ ಮುದ್ದು ಮಕ್ಕಳಿಗೆ ತಮ್ಮದೇ ಅಮೃತಹಸ್ತದಿಂದ ಪ್ರಶಸ್ತಿ ಹಾಗೂ ನಗದು ಬಹುಮಾನವನ್ನು ನೀಡಿ ಹರಸಿದರು. പണ്ട് മുതലേ ഈ ദൈവങ്ങളോടും ഈ ദൈവം എന്ന് പറയുമ്പോൾ അത് എല്ലാ മതവും വിശ്വാസവും അംഗീകരിച്ചുകൊണ്ടാണ്. ഇവിടെ പ്രാർത്ഥനയിൽ കൂടെയും എല്ലാത്തിനെയും അതിനെ ഉൾപ്പെടുത്തി പാടി കേട്ടപ്പോൾ വളരെ സന്തോഷമായി. നിങ്ങളിരിക്കുന്ന ഈ കല്ലിനും മണ്ണിനും എല്ലാം ഈ സ്വാമിയെ കുറിച്ചല്ല, ഒരു കല്ലിപ്പൊടി ചെറുക്കനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാവും. ഞാനൊരു തല്ലിപ്പൊടിയായിരുന്നു ഈ സ്കൂളില്. മുരളി സാർ എന്ന് പറയുന്ന NCC അന്നത്തെ സാറിന്റെ ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ NCCയിൽ ചേർന്നത് NCC പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പൊറോട്ട തിന്നാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുന്നത് വളരെ ഉള്ളിൽ തട്ടി പറയുക. ഞാൻ SSLC 3-ാമത്തെ വർഷം ജയിച്ച ആളാണ്. ക്ലാസ്സിൽ കയറാത്ത ഒരാൾ എങ്ങനെയാ ആദ്യം ജയിക്കുക? ഒന്നും പഠിക്കാറില്ല, സ്കൂളിൽ വരാറുണ്ട്, വീട്ടില് പാരന്റ്സ് ഒക്കെ PTA മീറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ വരുമ്പോഴാണ് അറിയുന്നത് മോൻ സ്കൂളിൽ വരുന്നില്ല, പക്ഷെ സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോ കുഞ്ഞുങ്ങളെ ഇത്രയേ പറയാനുള്ളൂ. നിങ്ങളുടെ ഈ ഇരിക്കുന്ന സ്കൂളിൽ, അതായത് മുകളിൽ എവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഞങ്ങൾ കളിക്കുന്ന ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ട് ഉണ്ടോ? ഇപ്പോഴുണ്ടോ സ്കൂളിൽ? അവിടെ മുകളിലായിരുന്നു ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കബഡി, ഫുട്ബോള് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്കൂളിനും ഉത്തരത്തിനും ആ ചെമറുകൾക്കും ഒന്നും മാറ്റം വന്നിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഒരു പുതിയ ആളായിരിക്കും, പക്ഷെ ഈ ചെമറുകൾക്ക് വളരെ പഴക്കമുള്ള ഒരു കുസൃതി ചേർക്കാൻ തിരിച്ചു വന്നിരിക്കുക. അപ്പൊ ഒന്നേ എല്ലായിടത്തും പറയാനുള്ളൂ, പഠിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ടേ മെൻഷൻ ചെയ്തു, 10ാം ക്ലാസ് 3-ാമത്തെ വർഷം പാസ്സായി. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഞാൻ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ചെയ്തു. അത് കഴിഞ്ഞ് 1993 SSLC പാസ്സായിട്ട് ഡിപ്ലോമ കഴിഞ്ഞ് 96 വിദേശ രാജ്യത്ത് ഒരു ടോയ്ലറ്റ് ക്ലീനർ ആയിട്ടാണ് ജോലി തുടങ്ങിയത്. അലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്റ്റുവാർഡായിട്ട് ടോയ്ലറ്റ് ക്ലീനർ ആയിട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ചൂണ്ടെടുക്കാൻ തുടങ്ങി. വിദേശത്തെ ലൈഫിൽ നിന്ന് നിങ്ങൾ സ്വപ്നം കാണാനൊക്കെ അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ കുറെ സ്പ്രേ ഒക്കെ അടിച്ചു വരും. നമ്മൾ വിചാരിക്കും അയ്യോ
അതൊരു ദേശം തന്നെയാണ്. അവിടുത്തെ നമുക്ക് പോയപ്പെട്ടാൽ മതി. പക്ഷെ അവിടെ പോയി പെടുമ്പോഴാണ് അറിയുന്നത്. അത് അവിടെ വേദനിക്കുന്നത് ആരും നാട്ടിൽ വരുമ്പോ കാണിക്കാറില്ല. അതേ കണക്ക് നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്ന ഈ സ്വാമി പഴയ കുസൃതി ചെറുക്കനും വിദേശത്തില് തന്റെ അച്ഛനും മാമന്മാരൊക്കെ വരുന്ന കണ്ടിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ നേടാന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ പോയി ബാത്റൂം കഴുകി, ചുമടെടുത്തു, വെയിറ്ററായി, കാഷ്യറായി, FMB കൺട്രോളറായി. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിൽ അന്ന് CAD സോഫ്റ്റ്വെയറിന് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഡ്രാഫ്റ്റ്മാനായി, കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി, 3D ഡിസൈനറായി. ഒരു കാര്യം ആരും മറക്കരുത്, 10ാം ക്ലാസ് വരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞു ഞാൻ ജയിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സഞ്ചാരത്തിനിടയിൽ 2-3 സന്യാസിമാരെ കാണാനിടയായി. പ്രത്യേകിച്ച് 2 തമിഴൻ സന്യാസിമാർ. അവര് എന്റെ ജീവിതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തു മതത്തിനെ വിശ്വസിക്കുക, ഇസ്ലാമിക മതം, ഖുറാനെ വിശ്വസിക്കുക. അതേ കണക്ക് ഈ സ്വാമിയുടെ മുമ്പിൽ 2 വിശേഷ സന്യാസിമാർ വന്നു. അവർക്കുണ്ടായ ഇൻഫ്ലുവൻസ് വളരെയധികം ആയിരുന്നു ഈ ജീവിതത്തിൽ. അപ്പോ ജീവിതത്തില് നമ്മൾ തിരിച്ചറിയണം എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ എന്തായിരിക്കണം. ഒരു സ്റ്റുഡന്റ് ആയിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി പാരന്റ്സിനോട് എന്താണ്, നമ്മളോട് എന്താണ്. നിങ്ങളുടെ ഈ പ്രായത്തിൽ തീർച്ചയായിട്ടും തിരിച്ചറിയില്ല. കാരണം ഞാൻ അടി കിട്ടുന്നതല്ലാതെ എത്ര അടി കിട്ടിയാലും എന്തിനാ അച്ഛനും അമ്മ അടിക്കണേന്നുള്ള ദേഷ്യം അല്ലാതെ തിരിച്ചറിയില്ല. ഒരു 20-25 വയസ്സാകുമ്പോൾ നമ്മുടെ ജീവിതം തിരിച്ചറിയും. പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനും വളരാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. അല്ലേ 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 മോനെ? അതെ. അപ്പൊ അതുകൊണ്ട് പൈലറ്റായി, ദുബായിൽ പൈലറ്റായി, ഇന്ന് ഇന്ത്യയിലെ DGCA പൈലറ്റ് ലൈസൻസ് ഉള്ള ആളാണ് ഞാൻ. സ്വന്തം ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളായി. ഗുരുവിന്റെ ആദേശപ്രകാരം സമ്പൂർണമായിട്ട് സന്യാസ ജീവിതത്തിലോട്ട് വരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജാതി ഭേദ മത ഇല്ലാതെ എല്ലാവരും നന്നായിട്ടിരിക്കണം, സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ಕೇವಲ ಪುರಸ್ಕಾರವನ್ನಷ್ಟೇ ಅಲ್ಲದೆ ವಿನಯ, ಸಮರ್ಪಣಾಭಾವ ಮತ್ತು ಉದಾತ್ತ ಮೌಲ್ಯಗಳೊಂದಿಗೆ ಜೀವನದ ಶಿಖರವನ್ನು ಹೇಗೆ ತಲುಪಬೇಕೆಂಬ ಜೀವನ ಪಾಠವನ್ನು ಮಕ್ಕಳಿಗೆ ಧಾರೆ ಎರೆದರು. ಜ್ಞಾನದ ದಾಸೋಹಕ್ಕೆ ಮತ್ತಷ್ಟು ಶಕ್ತಿ ತುಂಬುವ ಸಲುವಾಗಿ ಮಹಾಪೀಠದ ವತಿಯಿಂದ ಶಾಲೆಗೆ ಆಧುನಿಕ LED ಪ್ರೊಜೆಕ್ಟರ್ ಮತ್ತು ಸ್ಕ್ರೀನ್ ಅನ್ನು ಕಾಣಿಕೆಯಾಗಿ ನೀಡಲಾಯಿತು. ಮಕ್ಕಳ ಮುಖದಲ್ಲಿನ ಆ ಮುಗ್ಧ ನಗು, ಹೆತ್ತವರ ಕಣ್ಣಿನ ಹೆಮ್ಮೆ ಮತ್ತು ಶಿಕ್ಷಕರ ಸಂತೋಷದ ಅಲೆ ಇವೆಲ್ಲವೂ ಆ ಕ್ಷಣವನ್ನು ಕೇವಲ ಒಂದು ಸಮಾರಂಭವನ್ನಾಗಿ ಮಾಡದೆ ಆಶಯ ಮತ್ತು ಭರವಸೆಗಳ ದೊಡ್ಡ ಹಬ್ಬವನ್ನಾಗಿ ಪರಿವರ್ತಿಸಿದ್ದವು. ಇದೇ ಶಾಲೆಯ ಕಾರಿಡಾರ್ಗಳಲ್ಲಿ ಮುನ್ನಡೆಯುತ್ತಿರುವಾಗ ಶ್ರೀ ಗುರುಗಳ ದಿವ್ಯ ಸನ್ನಿಧಿಯು ಇಡೀ ಆವರಣಕ್ಕೆ ಸಾಕ್ಷಾತ್ಕಾರದ ಅನುಭೂತಿಯನ್ನು ನೀಡಿತು. ಇಂದು ಜಗತ್ತಿಗೆ ಶಾಂತಿ ಮತ್ತು ಪ್ರೇಮದ ಮಾರ್ಗವನ್ನು ಬೋಧಿಸುತ್ತಿರುವ ಶ್ರೀ ಗುರುಗಳು ಅಂದು ಇತರ ಮಕ್ಕಳಂತೆಯೇ ಜಗತ್ತನ್ನು ಕುತೂಹಲದಿಂದ ನೋಡುತ್ತಿದ್ದ ಅಪಾರ ಚಟುವಟಿಕೆಯುಳ್ಳ ಮತ್ತು ಅಷ್ಟೇ ಮುದ್ದಾದ ತುಂಟು ಬಾಲಕನಾಗಿದ್ದರು. ಅಂದಿನ ಆ ಮುಗ್ಧ ಬಾಲ್ಯದ ತುಂಟಾಟ ಮತ್ತು ಚೇಷ್ಟೆಗಳೇ ಇಂದು ಜಗತ್ತನ್ನು ಉದ್ಧರಿಸುವ ಕರುಣಾಮಯಿ ಪ್ರೇಮ ಸ್ವರೂಪವಾಗಿ ದಿವ್ಯ ಚೇತನವಾಗಿ ರೂಪಾಂತರಗೊಂಡಿರುವುದು ಪ್ರಕೃತಿಯ ಒಂದು ಅದ್ಭುತ ಪವಾಡ. ಒಮ್ಮೆ ಶ್ರೀ ಗುರುಗಳು ಕುಳಿತು ಕಲಿಯುತ್ತಿದ್ದ ಈ ತರಗತಿ ಕೋಣೆಯನ್ನು ಕಣ್ತುಂಬಿಕೊಳ್ಳಿ. ಅಸಾಧಾರಣವಾದ ಜ್ಞಾನದ ಮಹಾಪಯಣವೊಂದು ಎಷ್ಟು ಸರಳವಾದ ಜಾಗದಲ್ಲಿ ಆರಂಭವಾಗಿತ್ತು ಎಂಬುದಕ್ಕೆ ಈ ಪುಟ್ಟ ಕೋಣೆಯೇ ಸಾಕ್ಷಿ. ಅಂದು ಈ ಬೆಂಚುಗಳ ಮೇಲೆ ಕುಳಿತು ಭವಿಷ್ಯದ ಕನಸು ಕಂಡ ಬಾಲಕ ಇಂದು ಕೋಟ್ಯಾಂತರ ಬಾಳಿಗೆ ಚೇತನವಾಗಿದ್ದಾರೆ, ಜ್ಞಾನದ ಹಣತೆಯಾಗಿದ್ದಾರೆ. ಈ ಪವಿತ್ರ ಜ್ಞಾನ ದೇಗುಲವು ಇನ್ನುಳಿದ ಸಾವಿರಾರು ಮಕ್ಕಳ ಕನಸುಗಳಿಗೆ ರೆಕ್ಕೆಯಾಗಲಿ, സത്പ്രജകളെന്നു ദേശಕ್ಕೆ നീടലി. ജയ് ഗുരുദേവ. ഒരു ദിവസം ഈ ഇരിക്കുന്ന എന്റെ അനുജന്മാരും അനിയത്തിമാരും എന്റെ കുഞ്ഞുങ്ങളും ഈ സ്വാമിയെ കാട്ടി പഠിച്ച് സംതൃപ്തരായി ഈ സ്കൂളിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്നായി, ഒള്ളേതാണ്.